ചേച്ചി ആരെങ്കിലും ഓടി വരണേ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഒരു പരീക്ഷണവും വേണ്ട, എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല. എന്റെ പെണ്ണ ജീവന് വേണ്ടി മരണത്തോട് മല്ലടിക്കുന്ന. നീ ഒന്ന് അടങ്ങ് സഞ്ജു. സഞ്ജു നിക്കേ. ചേച്ചി അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്റെ ചേച്ചി കാഞ്ചന വരുന്നുണ്ട്. അങ്കിള് ചെന്ന് സ്വാതിയുടെ അമ്മയെ തടയും. ചെല്ലങ്ങളെ. അത് നമ്മുടെ മോളാ ശ്രീകുട്ടി. എന്റെ ചേച്ചി ആരെങ്കിലും വന്നത് രക്ഷിക്കണേ. അയ്യോ, എന്റെ മോളാ മുങ്ങി താഴ്ന്ന പ്രഭേ. കാഞ്ചന പറയുന്ന കേക്ക്. ഇവിടെ എല്ലാരും ഉണ്ട്. അമ്മുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടാനാണ് സ്വാതി കുളത്തിൽ വീണത്. രക്ഷിക്കണേ. എന്റെ മോള് എന്റെ വീട് പ്രഭേ. ചേച്ചി ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. സഞ്ജു വാ, അങ്ങോട്ട് പോ. ആരെങ്കിലും ഓടി വായോ. സ്വാതിക്കൊന്നും സംഭവിക്കില്ല. ആഴമുള്ള സ്ഥലത്തല്ല സ്വാതി ചാടിയിരിക്കുന്നത്. ലച്ചുന്റെ ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടിയാ. സഞ്ജു, സഞ്ജു മോളെ ശ്രീകുട്ടി, മോളെ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വായോ. എന്റെ മോളെ രക്ഷിക്കോ. അയ്യോ, അയ്യോ മോളെ. ചേച്ചി, ചേച്ചി. അയ്യോ ചേച്ചി. അയ്യോ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി. ലച്ചു, എന്താ ലച്ചു? അയ്യോ, എന്റെ ചേച്ചി എവിടെ? എവിടെ? ദേവി, മഹാമായി, എന്റെ മോനൊരാപത്തം വരുത്തല്ലേ. അമ്മൂന്റെ ഓർമ്മ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണേ ദേവി. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കണേ അമ്മ. ചേച്ചി,
ഞാൻ സ്വാതി. ഇതാണ് അമ്മുന്റെ റൂം. എങ്ങനെയുണ്ട്? റൂം ഇഷ്ടായോ? എനിക്ക് കിടക്കേണ്ട അടുക്കളയിൽ അല്പം സ്ഥലം തന്നാ മതി, ഞാൻ അവിടെ കിടന്നോളാം. കിച്ചണിൽ കിടത്താനല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ. ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ നീയും ജീവിക്കും. മോളെ മോളെ ശ്രീകുട്ടി, മോളെ മോളെ ശ്രീകുട്ടി. സഞ്ജു അവളെ ഓടിച്ചെന്ന് പിടിയിടാ. മോളെ മോളെ ശ്രീകുട്ടി. മോളെ 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 അമ്മോ അമ്മോ മോളെ അപ്പച്ചി മോളെ. അപ്പച്ചി. അയ്യോ മോളെ. അപ്പച്ചി ഒന്ന് വാ. അയ്യോ മോളെ അമ്മോ അമ്മോ ആ, അപ്പച്ചി വാ. സ്വാതിയെ പിടിച്ചോളൂ. മോളെ എനിക്ക് കുഴപ്പമില്ല. സ്വാതി മോളെ സ്വാതി മോളെ. മോളെ സിഗുടി എടുത്തോളൂ. ആ എടുത്തോളൂ. സ്വാതി മോളെ മോളെ. എഴുന്നേക്ക്. രക്ഷിക്കണേ ചേച്ചി. അയ്യോ ശ്രീകുട്ടി ചേച്ചി, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ചേച്ചി അയ്യോ, ആരെങ്കിലും ഓടി വരണേ. ഇത് ചേച്ചി.
അമ്മോ, എനിക്ക് സന്തോഷായി. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. എന്റെ ചേച്ചിയുടെ രാജകുമാരന്റെ വിവാഹം കഴിഞ്ഞല്ലോ. എല്ലാവരും എന്താ ഇവിടെ? ഡോക്ടറും തിരുമേനിയൊക്കെ ഉണ്ടല്ലോ. ലച്ചു ഇപ്പോ മനയിലാ ഉള്ളത്. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കഴിഞ്ഞതൊക്കെ മറന്നുപോയോ? ശ്രീദേവി അമ്മയും ലച്ചുവും ഞാനും സഞ്ജുവിന്റെയും സ്വാതിയുടെയും കല്യാണം കഴിഞ്ഞ ഉടനെ മംഗലശ്ശേരിയിലേക്ക് പോന്നില്ലേ? അവിടെ വെച്ച് ലച്ചു തലചുറ്റി വീണു. അടിക്കടി വരുന്ന തലവേദന അല്ലെന്ന് കരുതി ഞാൻ മുത്തശ്ശനെ വിളിച്ചു. ലച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. ഇപ്പോ ലച്ചുവിന്റെ അസുഖമൊക്കെ ഭേദമായി. കല്യാണം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നോ? അമ്മൂന് സുഖമില്ലെന്നറിഞ്ഞാ നിന്റെ ചേച്ചി അടങ്ങിയിരിക്കൂ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് വേഷം മാറി നേരെ ഇങ്ങോട്ട് പോന്നു. അത് വേണ്ടിയിരുന്നില്ല. അമ്മ ടയർഡായി തിരുമേനെ. അവള് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. അതെ അതെ, ലച്ചു ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനി അല്പസമയം വിശ്രമിക്കേ. അടിയന്തരമായി ഒരു മരുന്ന് കൂടി ലച്ചുവിന് സേവിക്കാനുണ്ട്. എന്നാ നമുക്കൊന്ന് പുറത്തേക്ക് നിൽക്കാം. ആ, നമ്മൾ ഇവിടെ വെച്ച് ആദ്യമായി കണ്ടത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ചേച്ചി ഒരു കൂട്ടുകാരിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വന്നില്ലേ? ചേച്ചി എന്റെ അടുത്ത് മൊബൈൽ വെച്ച് മറന്നുപോയി. പിന്നെ ചേച്ചി എന്നെ കാണാൻ വന്നു. അവസാനം ചേച്ചിയുടെ അനിയത്തിയായി എന്നെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി. സത്യമാണ് വെച്ചാൽ ഞാൻ കേട്ടത്. പ്രഭ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. അമ്മുവിന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നു. അവളിപ്പോ പഴയ അമ്മുവായി. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ദേവി കേട്ടല്ലോ. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്ന് ഇപ്പൊ അമ്മൂന് അറിയോ? അമ്മു ശ്രീകുട്ടിയുടെ അരിയിൽ എത്തിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. എന്തായാലും വലിയൊരു പരീക്ഷണം ഒഴിഞ്ഞുപോയി. എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഒക്കെ അവളുടെ അഭിനയം മാത്രമായിരുന്നു. എന്ത് പറഞ്ഞാലാ കവിതയ്ക്ക് വിശ്വാസം വരുന്നേ? എല്ലാ സംശയത്തിന്റെ നിഴലല്ലേ കാണൂ.
ഇത്ര പെട്ടെന്ന് മൂസിന്റെ ചികിത്സ കൊണ്ട് ബലം കിട്ടുമായിരുന്നെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാതെ മനയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇനി ഓർമ്മ തിരിച്ചു കിട്ടിയ നിലയ്ക്ക് വീണ്ടും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ ഉദ്ദേശം? പിന്നെ അതൊരു ചോദ്യം തന്നെയാ. കുറെ കാലം സഞ്ജുവിന്റെ ഭാര്യയെന്ന് പറഞ്ഞ് നടന്ന പെണ്ണ. എന്തായാലും ആ ചിന്തകളൊക്കെ അവളുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കൂ. അമ്മു ഇനി ഇവിടെ നിൽക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സഞ്ജുവിനെ ഭർത്താവായി കണ്ടതിന്റെ കുറ്റബോധം എന്തായാലും അവൾക്കുണ്ടാവും. ഒന്നും അവസാനിച്ചു എന്ന് ആരും കരുതണ്ട. ഓർമ്മ വരാനും പോവാനും അധിക സമയമൊന്നും വേണ്ടല്ലോ. ഏതിനും ചികിത്സ പൂർത്തിയാവട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. എനിക്കുടനെ അമ്മൂനെ ചെന്നൊന്ന് കാണണം അച്ഛാ. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരാൾ വേണം. ശ്രീദേവി അവളെ കാണുന്നത് നല്ലതാണ്. അങ്ങനെ ഇനി വൈകണ്ട. രാജോദിനേശനെ കൂടെ ചെല്ല്. സഞ്ജു, സഞ്ജുവിന് സന്തോഷമായില്ലേ? എനിക്കറിയാം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് സഞ്ജു ആണെന്ന്. ആരോ താലി കിട്ടി ഉപേക്ഷിച്ച പെണ്ണ് സഞ്ജുവാണ് അവളുടെ ഭർത്താവെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടന്നിട്ടും എനിക്ക് വേണ്ടി സഞ്ജു അതെല്ലാം സഹിച്ചു. പലപ്പോഴും അമ്മുവിന്റെ അറിവില്ലായ്മ കൊണ്ട് അതിര് വിട്ട് പല പ്രവൃത്തികളും ഉണ്ടായി. എനിക്കതൊന്നും സഹിക്കാൻ കഴിയാഞ്ഞിട്ടും സഞ്ജു സഹിച്ചു, ക്ഷമിച്ചു. അവിടെയാ സഞ്ജുവിന്റെ മനുഷ്യത്വം ഞാൻ തിരിച്ചറിയുന്നത്.